പാർട്ടി വിട്ട് മറുകണ്ഠം ചാടാനും ചാടിക്കാനും തിരഞ്ഞെടുപ്പിനോളം മറ്റൊരു സമയമില്ല. ഇപ്രാവശ്യം അതിനുള്ള ആദ്യ ഊഴം കോൺഗ്രസുകാരനായിരുന്ന പി സരിന് തന്നെയായിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം BJP-കാരനായിരുന്ന സന്ദീപ് വാര്യരും കോൺഗ്രസിലേക്ക് എത്തി. കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയിലെ അജ്ഞാതവാസത്തിലായിരുന്ന സന്ദീപിനെ ഇത്ര നാടകീയമായ രംഗങ്ങളിലൂടെ ഒപ്പം കൂട്ടിയതിലൂടെ എന്ത് നേട്ടമാണ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്? ചാനൽ ചർച്ചകളിൽ പോലും BJP-യുടെ മുഖമായി മാത്രമാണ് പലർക്കും സന്ദീപ് വാര്യരെ അറിയാവുന്നത്. സോഷ്യൽ മീഡിയയിലെ പരിവാർ മുഖമായിരുന്നു സന്ദീപ് വാര്യർ. അങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസ് പിടിച്ചെടുത്തതാണ് കേരള രാഷ്ട്രീയത്തിലെ തീപിടിച്ച ഇപ്പോഴത്തെ ചർച്ച. CPM-നെയും പിണറായിയെയും എന്നും കടന്നാക്രമിച്ച നേതാവാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ CPM പക്ഷത്തേക്ക് പോയാൽ പലവിധ നെഗറ്റീവ് ചർച്ചകൾ ഉയരുമായിരുന്നു എന്നത് മനസ്സിലാക്കിയാണ് CPM-ന് സന്ദീപ് കൈകൊടുക്കാഞ്ഞത്. RSS നേതാവ് ജയകുമാർ നേരിട്ടെത്തി സന്ദീപിനെ അനുനയിപ്പിച്ചിരുന്നു. CPM-ലേക്ക് പോയാലുള്ള പ്രശ്നം പലരും ചൂണ്ടിക്കാട്ടി. ഇതുകൊണ്ടാണ് സന്ദീപ് വാര്യർ കാത്തിരുന്ന് കോൺഗ്രസിന് തന്നെ കൈകൊടുത്തത്. BJP-യിൽ ഇനി സ്ഥാനമുണ്ടാകില്ലെന്ന സന്ദേശം നൽകിയ സുരേന്ദ്രൻ പോലും ഈ ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ടാണ് സന്ദീപുമായി സംസാരിച്ചത്. കൽപ്പാത്തി രഥോത്സവം എല്ലാത്തിനും കാരണമായി. അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ KPCC അധ്യക്ഷൻ K സുധാകരനും സതീശനും നിർണായക നീക്കം നടത്തി. ആർക്കും അത് മണത്തറിയാൻ പോലും കഴിഞ്ഞില്ല. ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠനും സന്ദീപുമായി സംസാരിച്ചു. മാന്യമായ സ്ഥാനം ഉറപ്പു നൽകി. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും എല്ലാം മനസ്സിലാക്കി. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അനുകൂലമായി. മുസ്ലിം ലീഗിനും സന്ദീപിനെ UDF-ലേക്ക് കൊണ്ടുവരുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ AK ബാലനെ ബാലേട്ടൻ എന്ന് വിളിച്ച സന്ദീപ് ഒടുവിൽ കോൺഗ്രസ് ഷോൾ അണിഞ്ഞതും ബെന്നി ബെഹ്നാന്റെ തന്ത്രവും നീക്കവും സന്ദീപിനെ കോൺഗ്രസുകാരനാക്കിയെന്നതാണ് മറ്റൊരു വസ്തുത. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ K മുരളീധരന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതായാണ് റിപ്പോർട്ടുകൾ. സന്ദീപ് വാര്യർ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും പണ്ട് പറഞ്ഞ ചില ആരോപണങ്ങൾ കുത്തിപ്പൊക്കി പറയാതെ പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. അതായത് സന്ദീപിന്റെ പഴയകാല പരിവാരുകാരനെന്ന പേരും കോൺഗ്രസിനെ അധിക്ഷേപിച്ച ചില പരാമർശങ്ങളും മുരളീധരൻ മറന്നിട്ടില്ല എന്നർത്ഥം. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും വെറുപ്പിന്റെ കടയിൽ അംഗത്വം തേടി പോകരുതെന്നും സ്നേഹത്തിന്റെ കടയിൽ തന്നെ അംഗത്വം നിലനിർത്തണമെന്നുമായിരുന്നു K മുരളീധരൻ പറഞ്ഞത്. പലരും കോൺഗ്രസ് വിടുമെന്ന് പറയുമ്പോൾ പകരം ഒരു വാര്യര് കിട്ടിയത് നല്ല കാര്യം തന്നെയാണ്. 2 ആഴ്ച മുൻപെങ്കിലും സന്ദീപ് വാര്യർ വന്നിരുന്നെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോകാമായിരുന്നു എന്നാണ് പരിഹസിച്ചുകൊണ്ട് K മുരളീധരൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായി വിമർശിച്ചിരുന്ന ആളാണ്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഞാനൊക്കെ ഒപ്പമുണ്ടായിരുന്നു. കാശ്മീരിലേക്കല്ല, പകരം ആൻഡമാൻ നിക്കോബാറിലേക്കാണ് യാത്ര വേണ്ടതെന്നും അവിടെ സവർക്കറെ തടവിൽ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം നടത്തണമെന്നൊക്കെ പറഞ്ഞ ആളാണ് സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ കോട്ടക്കലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടക്കലിലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആളുകൂടിയാണ് സന്ദീപ് വാര്യർ. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുൻപ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമായേനെ എന്നായിരുന്നു മുരളീധരൻ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. ഏതായാലും CPM ഒത്തുപിടിച്ചിട്ടും സന്ദീപ് കോൺഗ്രസ് ക്യാമ്പിൽ പോയതിൽ CPM കടുത്ത നിരാശയിൽ തന്നെയാണ്. മണ്ണാർക്കാട് കാട്ടി CPI-യും സന്ദീപിനെ മോഹിപ്പിച്ചു. എന്നാൽ അതിലും സന്ദീപ് വീണില്ല. BJP-യിലെ നല്ല കുട്ടിയെ സ്വന്തമാക്കാൻ 18 അടവും പയറ്റിയ CPM ഞെട്ടലോടെയാണ് കോൺഗ്രസിന്റെ ആ മിന്നൽ നീക്കം കണ്ടത്. എല്ലാം തകർത്ത സുധാകരന്റെയും സതീശന്റെയും പൂഴിക്കടകനാണെന്ന് CPM തന്നെ പറഞ്ഞു. ഷാഫിയും ശ്രീകണ്ഠനും കരുക്കൾ നീക്കിയതും കൂടെ നിൽക്കുന്നവർക്ക് പോലും ഒരു സൂചനകൾ പോലും നൽകാതെയായിരുന്നു. RSS-ലെ ഏറ്റവും പ്രധാനപ്പെട്ട K ജയകുമാർ സംസാരിച്ചിട്ട് പോലും വഴങ്ങാത്ത സന്ദീപ് ഇനി പരിവാറുകാരനല്ലെന്ന് BJP-യും പ്രഖ്യാപിച്ചു കഴിഞ്ഞു.